അഭിവന്യ മതപുരോഹിത വൃന്ദങ്ങളെ, സംതൃപ്തരായ കുടുംബാംഗങ്ങളെ, ബാക്കി സംതൃപ്തരായ ബന്ധുമിത്രാദികളെ, നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പാപ്പച്ചൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും അറിഞ്ഞുകൂടാ, 1955-56 കാലഘട്ടങ്ങളിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു ശ്രീ പാപ്പച്ചൻ. സംസാരിക്കുന്നതിന് എനിക്ക് വിഷമമുണ്ട്, അതെല്ലാവർക്കും അറിഞ്ഞുകൂടാ. പിന്നീട് അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വാർത്ത കേട്ടത് വളരെ വിഷമസ്ഥിതിയിലായിരുന്നു. അപ്പോഴത്തെ അദ്ദേഹത്തിനെ പറ്റി വിശേഷാൽ ഒന്നും പറയാനില്ല. ചെറുപ്പകാലങ്ങളിൽ എൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു എന്നുള്ളത് മാത്രം ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. പിന്നീട് ഇവിടെ വാസാംസി ജീർണാനി യഥാവിഹായ, അത് പോകട്ടെ. മനുഷ്യനെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ മരണം നിശ്ചയമാണ്. അതിൽ ജീവിതകാലത്തിലെ പല ക്ലേശങ്ങളും സഹിച്ച് നാം ഇവിടെ ജീവിക്കുന്നു. അതിൻ്റെ എല്ലാം പരിപൂർണതയിലേക്കായി, നിത്യവിശ്രമത്തിലേക്കായി ഒരു മനുഷ്യൻ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രത്തെ ധരിക്കുന്നത് പോലെ, കായക്ലേശം അനുഭവിച്ച് എല്ലാ തരത്തിലും വസ്ത്രം ജീർണിക്കുന്ന പോലെ ജീർണിക്കുന്നതായ ശരീരത്തെ ഉപേക്ഷിച്ച് വേറെ പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ജീവാത്മാ പരമാത്മാക്ക ജ്ഞാനമാണ് ജ്ഞാനത്തിൻ്റെ പരമാഷ്ഠ എന്ന് പറയുന്നുവെങ്കിലും ഇത് രണ്ടും ഒരുമിച്ച് ആണ്, അത് സായുജ്യം പ്രാപിക്കും. അങ്ങനെ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ദുഃഖാർത്ഥരായ ബന്ധുമിത്രാദികളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ബന്ധപ്പെട്ട ജീവനും ശരീരവും തമ്മിൽ നിന്ന് വേർപെടുമ്പോൾ ദുഃഖമുണ്ടാകാം. പക്ഷേ അതിലങ്ങനെ അധികമായി ദുഃഖിച്ചിട്ട് കാര്യമില്ല. കരകൾ കവിയുമാറായി വെള്ളമേന്തും കുളത്തിൻ ഒരു വഴി പരിരക്ഷയ്ക്കൊരോ വയ്ക്കുന്നതല്ലോ, തെരുതര അഴൽ തിങ്ങും മാനസത്തിന് ഉറക്ക കരയൂല, അത് തന്നെ ഇതെല്ലൊരു ആശ്വാസം എന്നൊരു കവി പറയുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ കരയാതിരിക്കാൻ നിവൃത്തിയില്ല, കരഞ്ഞു പോകും. അത്യധികം ആരും ദുഃഖിക്കരുതെന്ന് മാത്രം ഞാൻ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കുറേയൊക്കെ കരച്ചിൻ്റെ ആശ്വാസം കുളത്തിലെ വെള്ളം ഒഴിഞ്ഞു പോകുന്നത് പോലെ ഉണ്ടാകും. ഇതിന് എല്ലാം ഉപരിയായി ബഹുമാനപ്പെട്ട പാപ്പച്ചൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജഗദീശ്വരൻ്റെ തൃപ്പാദത്തിങ്കൽ ഒരു നെയ്വിളക്ക് കത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകളെ ഈ വാർത്ത ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോയിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയും വന്നു. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നാര് മരിച്ചു. പക്ഷേ പാപ്പച്ചൻ്റെ പേരല്ല പറഞ്ഞത്, വേറൊരു പേരാണ്. കേട്ടപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു. ഞാൻ കേട്ടപ്പോൾ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. അതിൻ്റെ ശേഷം നേരം വൈകാറായപ്പോൾ ഞാൻ പല പ്രാവശ്യം ഫോൺ വിളിച്ചു. പാപ്പച്ചൻ്റെ ഫോൺ നമ്പർ എനിക്കറിയാം, എൻ്റെ ഫോൺ നമ്പർ പാപ്പച്ചനും അറിയാം. ഞാൻ പാപ്പച്ചനെ വിളിച്ചു.
വിളിച്ചിട്ട് ഫോൺ ബെല്ലടിക്കുന്നു, ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും മറ്റേ വീട്ടിലായിരിക്കും, ആരും അവിടെ ഇല്ല, ഇങ്ങനെ ഫോൺ എടുക്കുന്നു എന്ന് വിചാരിച്ചു. പിന്നീട് ഒരു 7 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോഴാണ് പാപ്പച്ചനാണെന്നുള്ളതായ പേര് എൻ്റെ ഹൃദയം പിന്നെ സംസാരിക്കുന്നത് പറഞ്ഞവള് വളരെ ഗൽഗത സ്വരത്തിൽ പറഞ്ഞു കേട്ടു. പിന്നെ ഒന്നും സംസാരിക്കാൻ തന്നെ ഒത്തിരി. ഏതായാലും അങ്ങനെ പേര് മാറിയാ വന്ന് വീട്ടിൽ പറഞ്ഞ ആള്. ഞാനൊന്നും പറയണ്ട, പറയുന്നുമില്ല. പക്ഷെ ഞാൻ ഈ പാപ്പച്ചനെ സംബന്ധിച്ചോളം എൻ്റെ അപ്പച്ചൻ്റെ കുഴിക്കാട്ടിലുള്ള 2ാമത്തെ അനന്തരനാണ് ഈ പാപ്പച്ചൻ. കുഴിക്കാല വേറെ ബന്ധുവീടും ഉണ്ട്. എന്നാൽ കുഴിക്കാല ആ പരിസരത്തൂടെ എവിടെ കൂടെ പോയാലും അല്പസമയം വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ശകലം വർത്തമാനം പറഞ്ഞ് ചിരിച്ച് വേഗം പോയി താമസിക്കുകയല്ല. വ്യാഴാഴ്ച നാളെന്ന് ഞാൻ കോഴഞ്ചേരി ഒരു കടയുടെ മുകളിൽ വേറൊരു കല്യാണത്തിന് പോയതിനോട് നിൽക്കുമ്പോൾ ഞാൻ കണ്ട് പാപ്പച്ചൻ അങ്ങോട്ട് കടന്നു പോകുന്നു. ഞാൻ കൈകൊട്ടി വിളിച്ചു പറഞ്ഞാൽ തിരിഞ്ഞിങ്ങോട്ട് കുറേ വന്നു, തിരിച്ചു വന്നു ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിയാണ്. എന്തായാലും ഈ സമയത്ത് എൻ്റെ സഹോദരൻ ഞങ്ങളുടെ ഒരു പ്രായം, ഞാനാണ് കുറച്ചുകൂടെ മാസക്കണക്കിനുള്ള മൂപ്പ്. ക്രിസ്തുവിൽ മരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാർ ഇവിടെ പറഞ്ഞ് ചില പ്രസംഗം ചെയ്തു, പല വിഷയങ്ങൾ പറഞ്ഞു കാണും. ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ക്രിസ്തുവിൽ മരിക്കുക, മരണം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അവിടെ പറയുന്നു ക്രിസ്തുവിൽ മരിക്കുക. പിന്നൊന്ന് തെസ്സലോനിക്കലേഖത്തിൽ നാം വായിക്കുന്നു, സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ പിളരിച്ച് പറയരുത്. എന്നാൽ ക്രിസ്തു താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഏൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് അവന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യാശ പാപ്പത്തിനെ സംബന്ധിച്ചുള്ള ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രായത്തിൽ ദൈവഹിതമാണ് ഇന്ന് കുളിക്കാല ഒരു മരണം നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് കയറി ഇറങ്ങി വരികയായിരുന്നു ചെയ്ത്. എൻ്റെ പ്രിയ സഹോദരൻ മുമ്പ് ഞാൻ പ്രസംഗിക്കില്ല, സാറ് പറഞ്ഞതുപോലെ താന് രക്ഷിക്കപ്പെട്ടു, ആ സന്തോഷത്തിൽ ജീവിച്ചു, ആ പ്രത്യാശ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. നല്ല അനുഭവത്തോടുകൂടി എന്നോട് പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുകയാണ്. ഈ അവസരം എന്നേക്കുമായി വായിച്ചിരുന്നു. ഒന്നുണ്ട്, ഇനിയും നിത്യരാജ്യത്തിൽ കർത്താവിനോട് കാണാം എന്നുള്ള പ്രത്യാശ ഉണ്ട്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ തുടർന്ന് ചില കാര്യങ്ങൾ അല്പസമയം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരണം ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ എല്ലാ ജീവികളും ഭയപ്പെടുന്നു. എത്ര ഭയപ്പെട്ടാലും ഈ മരണം പിടികൂടുക തന്നെ ചെയ്യും. മരണത്തിന്റെ നീക്കുപോക്കൊക്കെയും സൃഷ്ടിതാവായ ദൈവത്തിലാണുള്ളത്. യെശയ്യാപ്രവചനം 25-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത്, അവൻ മരണത്തെ സദാകാലത്തേക്കും ഇല്ലാതെയാക്കുന്നു. ദൈവവചനത്തില് നാം പഠിക്കുന്നതായ അവസരത്തില് നാം ഭയപ്പെടുന്ന ഈ മരണത്തെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന വാക്കുകൾ പലതരത്തിലാണ്. മരണത്തിന് വേർപാടെന്ന് പറയും, മരണം വിശ്രമമാണ് എന്ന് പറയും, മരണം നിദ്രയാണ് എന്ന് പറയും. ഇങ്ങനെയുള്ള പല വാക്കുകളാണ് നാം പറയുന്ന അല്ലെങ്കിൽ നാം ഭയപ്പെടുന്ന ഈ മരണത്തെ സംബന്ധിച്ച് പറയുന്നു. ഈ മരണം ഒരു അന്ത്യമല്ല എന്നുള്ളത് ദൈവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നാം കൃപയാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഈ മണ്ണിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവരാണ്. നമ്മള് വേദവസ്തം പഠിക്കുമ്പോൾ ഒന്നാം മനുഷ്യനായ ആദാം ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. രണ്ടാം ആദാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ സ്വർഗീയനാ, സ്വർഗത്തിൽ നിന്നുള്ളവനാണ്.
വായിച്ച വേദഭാവമുണ്ടല്ലോ, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കേണ്ടതാകുന്നു. ജീവിച്ച് ഇങ്ങനെ മരിക്കുന്നു. ഇതിന് ശേഷമായിട്ടുള്ള നമ്മുടെ ജീവിതം വേറെ ഒരു ലോകത്തിലെ വേറെ ചില സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ഉയർപ്പിനെ സംബന്ധിച്ച് ആദ്യ വേദോത്സവത്തിന്റെ പഴയ നിയമപുസ്തകങ്ങളിലും പുതിയ നിയമപുസ്തകങ്ങളിലും എല്ലാം പറയുന്നുണ്ട്. ഉയർപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യർക്ക് ഒരു വലിയ ചിന്താക്കുഴപ്പമുണ്ടാകും. എങ്ങനെയാ ഉയർക്കുക എന്ന് പറഞ്ഞാൽ, മരിച്ച മനുഷ്യൻ ഉയർക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് വലിയ സംശയം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മനുഷ്യ മൂട, നീ വിതയ്ക്കുന്നത് ഒരു വിത്ത, ഒരു നെൽമണി അഥവാ ഒരു ഗോതമ്പ് മണി. അന്ന് കൂഴി വെച്ച കാച്ചില് ഏതുപോലെയായിരുന്നു, അതിന്റെ വിധത്തിൽ തന്നെ ഇരിക്കും. കാച്ചിലായി. അപ്പൊ മനുഷ്യൻ ഉയർക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഒരു മനുഷ്യനായിട്ട് തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ആ ദൈവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം. അത് എല്ലാവരും ഒരുമിച്ച് ഉയർത്തെഴുന്നേൽക്കും എന്ന ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പിന്നെ എന്നാൽ ഈ ആത്മീയന്റെ പ്രതിനിധിയും നമ്മൾ ധരിക്കേണ്ടത് എങ്ങനെ, അത് ദൈവം പ്രത്യേക ക്രമീകരിച്ചിരിക്കുന്ന ഒരു വലിയ പരിപാടിയിൽ കൂടെ മാത്രമേ നമുക്കത് പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ കാൽവറി ക്രൂശില് കർത്താവ് മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവന്റെ പ്രതിമ നാം ധരിക്കേണ്ടതാണ്. വിശ്വാസത്താൽ ആ വലിയ രക്ഷ നാം കൈവശമാക്കിയിരിക്കണം. അങ്ങനെയാണ് ഈ രക്ഷ കൈവശമാക്കുന്നത് കൊണ്ടാണ് നാം യേശുക്രിസ്തുവിന്റെ പ്രതിമ ധരിക്കാനിടയാകുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പ്രതിമ ധരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ ജീവിച്ചവർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. എനിക്ക് മുമ്പേ പറഞ്ഞ ആളുകൾ പറഞ്ഞ പോലെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവിച്ചിരിക്കുന്നവർക്കുള്ള അനുഭവം വേറെയുണ്ട്. അത് കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ലാസറിന്റെ ഭവനത്തിൽ വെച്ച് പറഞ്ഞു. കർത്താവ് എങ്ങനെയാ പറഞ്ഞത്? ആ സഹോദരിമാരുടെ വീട്ടില് ലാസർ സ്നേഹിതനായിരുന്നു, മരിച്ചു എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് കാണാൻ ചെന്നത്. സഹോദരിമാർ പറഞ്ഞു, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരനെ മരിക്കയില്ലായിരുന്നു. ആ ദുഃഖം അനുഭവിക്കുന്ന ആ സഹോദരികളോട് കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും കാണും എന്നുള്ളത് എന്റെയും എല്ലാ ക്രിസ്തീയ വിശ്വാസികളുടെയും വിശ്വാസമാണ്, പ്രത്യാശ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എല്ലാ ആളുകളുമേ ഈ രക്ഷയുടെ അവകാശികളായി നിങ്ങൾ തീരേണ്ടത് ആവശ്യമാണ്. ഏതിന്? ആ ഒന്നാമത്തെ ഉയർത്തുങ്കൽ നാം കാണേണ്ടത്. അപ്പോസ്തലൻ പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ, ഈ 3 വിധത്തിലുള്ള സംരംഭങ്ങളോടുകൂടെയാണ് ഈ ഉയർപ്പ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ബലമായ ഒരു കലറയും കെട്ടിയ കലറിക്കാതെ ഇന്ന് കാണുന്ന വിവിധതരമായ ആർഭാടങ്ങളോടുകൂടെ കൊണ്ട് അടക്കുക എന്നാണ് നമ്മൾ. അല്ലാതെ മരിച്ചിട്ടുള്ള ഭക്തന്മാരുണ്ട്, വെള്ളത്തിൽ മുങ്ങി മരിച്ചവരുണ്ട്, വെള്ളത്തില് മത്സ്യം വെട്ടിവിഴുന്നവരുണ്ട്, നാട്ടുപ്രദേശങ്ങളില് കുറ്റമൃഗങ്ങൾ കടിച്ചു ചെയ്യുന്നവരുണ്ട്, വിമാനത്തിൽ ആകാശത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ അവിടെ വെച്ച് നഷ്ടപ്പെട്ടുണ്ട്. ഈ ഒരു വിശ്വാസി എവിടെ നഷ്ടപ്പെട്ടുവോ അവിടെ നിന്ന് അവനെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ഈ കർത്താവിന്റെ ഗംഭീരനാദം ആവശ്യമാണ്. ആ ഗംഭീരനാദത്തിൽ അവരെ എവിടെയായിരിക്കുന്നു, ഈ മൃതർ എവിടെയായിരിക്കുന്നു, അവിടെ നിന്ന് അവർ ആത്മാക്കളായി പുറപ്പെട്ട് അവനെ എതിരേക്കാനായിട്ട് മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടുക. ദൈവനാമത്തിൽ നന്ദിയോടെ സ്തോത്രം. തന്റെ വേദനയുടെ അവസരത്തില് ഈ അല്പം പിന്മാറ്റത്തിൽ ആയിപ്പോയിരുന്നാലും ഈ കർത്താവുമായിട്ടുള്ള ബന്ധം ഈ പാപ്പച്ചൻ പുതുക്കിക്കാണുമെന്നാണ് ദൈവവചനം പറയുന്നത്. പുതുക്കിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൂട്ടായ്മകൾ ഞങ്ങളൊക്കെ ഈ കഠിന വേദനയുടെ അവസരങ്ങളിൽ ഈ ക്രൂശിക്കപ്പെട്ടവനായ, ഉയർത്തെഴുന്നേറ്റവനായ, വീണ്ടും വരുന്നവനായ കർത്താവിന്റെ ബന്ധത്തിലേക്ക് ഈ പാപ്പച്ചൻ വന്നിട്ടുണ്ട് എന്നുള്ള പൂർണ്ണമായി അങ്ങനെ സംഭവിച്ചെങ്കിൽ ഒന്നാമത്തെ ഉയർത്തെങ്കിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ കാണുന്നുള്ളതിന് യാതൊരു സംശയവും നമുക്ക് വേണം. അവന്റെ അവസ്ഥ എന്താണെന്ന് സംശയമാണ്. എന്നാൽ കർത്താവ് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞല്ലോ,
എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വിശ്വാസങ്ങളൊന്നും വേണ്ട. ഈ ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നാളും മരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരെ ഈ വലിയ രക്ഷയുടെ അവകാശികളാക്കി തീരുവാൻ ആഹ്വാനം ചെയ്യട്ടെ. മുമ്പേ പറഞ്ഞല്ലോ, ഈ പാപ്പച്ചൻ്റെ എന്നല്ല, ഏതൊരു മൃതദേഹത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നിൽ ഒരു ഇതിലൂടെ മാത്രമേ ആവശ്യമുള്ളൂ. ഈ ജഡം മണ്ണിലേക്ക് സമർപ്പിക്കുക എന്നുള്ളൊരു ഇതേയുള്ളൂ. ആത്മീയമായിട്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും പിന്നെ ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഇതിനെ കൈവശമാക്കുക, അതാണ് ആവശ്യം. ഒന്നാമത്തെ ഉയർത്തുന്നത് നമുക്ക് അവനോട് കൂടെ ആയിരിക്കാം. പിന്നെ മധ്യാകാശത്തിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ലേഖനത്തിൽ വായിച്ചു. മധ്യാകാശം ഇന്നത്തെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊക്കെയും ദൈവവചനത്തെ സ്ഥിരപ്പെടുത്തുകയാണ്. ബഹിരാകാശത്തിൽ പോയ ആളുകൾ അവിടെ ഇറങ്ങി സഞ്ചരിച്ചുകൊണ്ടാണ്. ബഹിരാകാശത്തിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം. ഭാര്യ ഇങ്ങോട്ട് കയറി നിന്നാണ്. പച്ചമല്ലെങ്കിൽ വന്ന് ഇവിടെ കയറി നിന്നു. അപ്പൊ അച്ഛനൊക്കെ അവിടെ മോനോട് കയറി ഒരു സൈഡിലോട്ട് പറഞ്ഞു. മോനോട് അവരെ കൂടെ വിളിച്ചാൽ തങ്കച്ചാൻ അവരെല്ലാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അളിയെ ഞാൻ അളിയെ തങ്കച്ചാൻ അവരെല്ലാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മക്കളെ ഇങ്ങോട്ട് വാ. കൊച്ചുമക്കളെല്ലാം ഇങ്ങോട്ട് വരാൻ പറ. അടുത്ത സെറ്റ് നേടുന്നതാണ്. അല്ല, അടുത്ത ഇതെടുത്തോളൂ. ഇങ്ങോട്ട് വരാൻ പറ. അടുത്ത കൊച്ചുമക്കളും മക്കളും അങ്ങേ അറ്റത്തോട്ട് അവിടെ നീ കൊച്ചമ്മയുടെ ഈ ബാപ്പച്ചാന്റെ അനുഗ്രഹന്മാരും അനുഗ്രഹന്മാരും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ വന്നിട്ട് ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവരെല്ലാം വന്നിട്ട് സ്വന്തപ്പെട്ടവരും ബന്ധപ്പെട്ടവരും വന്നിട്ട് ഇതുവരെ കയറി ഇരുന്നിട്ടില്ലാത്തവരൊക്കെ കയറി ഇരുന്നിട്ട് കുഞ്ഞുട്ടി ഇവളെ അമ്മയുടെ ഭർത്താവ് അച്ഛനെ ആ മക്കളെ കൂടെ അവരവിടെ നിൽപ്പുണ്ട്. നമ്മുടെ അച്ഛനെയും ഞാൻ പറയട്ടെ. ബന്ധുക്കാരെ നീക്കണം എന്തെങ്കിലും ഇടിക്കാൻ നോക്കുള്ളൂ. എല്ലാവരെയും കൂടെ ഈ വഴി ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം. ഈ വഴി അവിടെ കയറ്റി വിടാനെ കൊണ്ട് ആൾക്കാരെ വഴി ഇട്ട് കൊടുക്കണം. ആ വഴി എന്റെ സ്റ്റെപ്പ് എത്തി കയറി മേലെ നല്ല തണുപ്പുണ്ട്, നല്ല സൗകര്യമുണ്ട്, കാറ്റുണ്ട്. ഈ ചെലവുണ്ട്, വേളമുള്ള മേലോട്ട് കയറുന്നതാണ്. ഇതിലൂടെ ഒരാൾക്ക് കടന്നു പോകുന്ന സൗകര്യം ഉണ്ടാകും. കാട്ടിന് വരുന്നത്
അല്ല ഫോട്ടോ നിങ്ങളെവിടെ അടുത്തില്ല ആ സെക്രട്ടറി അങ്ങ് മേലോട്ട് കയറി നിന്നാ ഞാൻ കിട്ടാത്ത മേലോട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരോട് പ്രത്യേകമായിട്ടൊരു അഭ്യർത്ഥന. ഈ ശുശ്രൂഷയിൽ ആദ്യാവസാനം ഈ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ നിന്റെ കൃപയിൽ ഞങ്ങളെ കാത്തു. നിന്റെ കൃപയിൽ ഞങ്ങൾ അന്യപ്പെട്ടു പോയപ്പോൾ നിന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ വീണ്ടെടുത്ത് പുത്രത്വത്തിൻ്റെ പദവി തന്നിരിക്കാൻ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങളുടെ ആയുഷ് താൽക്കാലികമാണെന്ന് നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയോടെ ജീവിപ്പാൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവിക ദർശനത്തിനായി സ്തുതിക്കുന്നു. ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ മരണമില്ലാത്ത നിത്യമായ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ദർശനത്തിനായി സ്തോത്രം. കർത്താവെ, മനുഷ്യപുത്രന്മാരെ എത്തിക്ക് വരികയെന്ന് നീ അരുളി ചെയ്യുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടവരാകുന്നുള്ള ചിന്ത എല്ലായ്പ്പോഴും ഞങ്ങളെ ഭരിക്കുമാറാകണമേ. ദൈവികമായ അനുഗ്രഹങ്ങളെ പകരുകയും നിന്റെ ആത്മാവിനാൽ നിറയ്ക്കുകയും നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ സ്വർഗീയ പ്രത്യാശയെക്കുറിച്ചുള്ള ദർശനത്തോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്നിൽ പ്രിയം വെച്ച് നിന്റെ കൃപയിൽ ശരണപ്പെട്ട ഈ ലോകത്തിൽ നീ നൽകിയ ആയുസ് പൂർത്തീകരിച്ച് പ്രകാരം നിന്റെ സന്നിധിയിലേക്ക് വാങ്ങപ്പെട്ടിരിക്കുന്ന നിന്റെ ദാസനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ നിന്റെ കൃപയും പരിപാലനം നമുക്ക് അനുഭവിക്കാൻ ഇടയാക്കിയല്ലോ. കർത്താവേ, ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങൾ ദൈവകൃപ വ്യാപരിച്ചിരുന്നതിനാൽ ഞങ്ങളിതിനെ വാഴ്ത്തുന്നു. കുടുംബമായിട്ട് ഇതിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചതിനാൽ ഞങ്ങളിതിനെ വാഴ്ത്തുന്നു. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിട്ട് സ്തുതിക്കുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ വളർച്ചയിലെ ക്രമീകരണങ്ങളിലൊക്കെ ദൈവകൃപ ധാരാളമായി ചൊരിഞ്ഞു തോർത്തുന്നു. ഞാൻ ഇതിനെ വാഴ്ത്തുന്നു. പ്രിയ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നെങ്കിലും ദൈവകൃപയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ള ഉറപ്പും പ്രത്യാശയും ഞങ്ങളെ ഭരിക്കണമേ. കർത്താവേ, മരണം എല്ലായ്പ്പോഴും ഞങ്ങളുടെ ജീവിതം താൽക്കാലികമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതിനാൽ സ്തുതിക്കുന്നു. കൃത്യമായ ഒന്നിനു വേണ്ടി ഞങ്ങളുടെ ജീവിതം ക്രമീകരിപ്പാൻ താൽക്കാലികമായി ഇതിനെ വിട്ടുപോകേണ്ടവരാണെന്നുള്ള ബോധത്തോടെ ഉത്തരവാദിത്തപൂർണ്ണമായ ചുമതല നിർവഹിപ്പാൻ സഹായിക്കണമേ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെയെന്ന് മരണത്തെ നോക്കി വെല്ലുവിളിച്ച പൗലോസിനെ ഭരിച്ച ദൈവകൃപ ഞങ്ങളെയും ഭരിക്കുമാറാകണമേ. ദൈവിക പ്രത്യാശയിൽ ഞങ്ങൾ ഏവരെയും കാക്കണമേ. നിത്യമായതിനു വേണ്ടി താൽക്കാലികമായതിനെ വിട്ടുകളയുവാൻ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവമക്കളായി ജീവിപ്പാൻ, ദൈവിക പ്രത്യാശയോടെ ജീവിപ്പാൻ, മരണത്തെ ജയിച്ച കർത്താവിനുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും ജീവിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയാദാസിൻ്റെ വേർപാടും ദുഃഖത്തിലായിരിക്കാൻ നിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെയൊക്കെ വാഴ്ത്തണമേ. കർത്താവിനായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഇടയാക്കണമേ. ദൈവനാമം എല്ലാറ്റിലും മഹത്വപ്പെടുത്തണമേ. നിങ്ങൾ പ്രത്യാശ ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ശേഷിക്കുന്ന കാലം കർത്താവുമായുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ കെട്ടുകൊണ്ട് ജീവാൻ തക്കണം സന്നിധിയാക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ വാഴുകളെ പകർന്ന് നിന്റെ നാമം മഹത്വപ്പെടുത്തണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. രാജ്യത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഇടയാക്കി തീർക്കണം. കൃപയിൽ ഞങ്ങളെ കാക്കണം. കൂടി വന്നെല്ലാം നിന്റെ മക്കളെയും മാറ്റണമേ. ദൈവികമായ സമാധാനവും നിത്യമായ പ്രത്യാശയും ഞങ്ങൾക്ക് നൽകി തരണമേ. ശക്തിയെ ജീവനപ്പെടുത്തണമേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് വീണ്ടും വരുന്ന കർത്താവ് ഇതിനെ എതിരേൽപ്പാൻ തക്കണം ഒരുക്കമുള്ളവരായിരിക്കാൻ, നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർക്കുന്നവരായിരിക്കാൻ സംഗതിയാക്കണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരിൽ നിന്നുള്ള സന്തോഷകരമായ ശബ്ദം കേൾപ്പാനും വനത്തേതിനടുത്തവർക്കുള്ള അവകാശം പ്രാപിപ്പാനും ഞങ്ങൾക്ക് ഏവർക്കും സഹായിക്കണമേ. അതിന് തടസ്സമായ ഞങ്ങളുടെ എല്ലാ പാപസ്വഭാവങ്ങളെയും ഉപേക്ഷിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുവാൻ സംഗതിയാക്കി തീർക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശുഭയേറും നാടുന്നുണ്ടത് കാണമേ. ദൂരവേ
പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമി നിന്റെ മഹത്വം നിൽക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ മാർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നു ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ ഈ ആയുസിന്റെ നിത്യതയെക്കുറിച്ച് ബോധത്തോടും അനുമാനിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോട് ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിലും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യമുള്ളവരായി തീരുവാൻ ഞങ്ങൾ കൃപ നൽകുകയും ചെയ്യണമേ. ഉന്മയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാനാഥ ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. സ്വർഗവാതിൽ തുറക്കുന്ന പറുദീസായുടെ താക്കോല നാഥ ഞങ്ങൾക്കു നിൻ വരവിൽ അനുഗ്രഹവാതിൽ തുറക്കേണമേ. രഹസ്യങ്ങൾ വേണ്ടി വാഴ്ത്തുന്ന കരുണയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ രഹസ്യമായുള്ള പുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. കന്യുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പുള്ളവരായി തീരുവാനും ദാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷത്തിനും ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ
തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തെ നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അതിനു യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിറച്ചു ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ സൃഷ്ടനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചനായൻ മൂലം കൽപ്പന ലംഘത്തിലകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരിച്ചേരും എന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കണ്ട പിതാവൻ സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയനായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെ പരമോഹത്തിനായി നിന്റെ ഏകപുത്രനെ നീ അയച്ചു. അവന്റെ മഹത്വമുള്ള വർണ്ണം കൊണ്ട് അവനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീ പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തെ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനോപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ ആചരിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ രണ്ടാമത് എന്നുള്ളി പ്രത്യക്ഷമാകുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർ രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാരാക പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവെ, നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയും ആകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ കുരിശാഹരണത്തിൽ ആശ്രയിച്ചവനുമായ ഇവൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടുകപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജാതിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകന്മാരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങളുടെ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നും ഉള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാടെങ്കിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരമായി ഈ പ്രത്യാശിക്കാൻ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഇവന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി നിന്റെ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കണ്ണുകളുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ അവസാനത്തെ നീ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവനം നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള ഒരു പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നതിനുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിൽ മുൻപായുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് നീ ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെയും എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങൾ അരളായി തിരികെയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മരണം ആദാം മുതൽ മശിഹ വരെയും തന്റെ ഗതിയെ വിശാലമാക്കി മശിഹ അതിന്റെ അധികാരത്തെ മായിച്ച് പാപത്തിന്റെ വിഷമുള്ളനെ തകർത്തു. കുരിശുമൂലമുണ്ടായ ജയമിത തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുദ്ധാനത്തിൽ മരണം അവസാനിക്കുന്നു, പാപം മാഞ്ഞു പോകുന്നു, സാത്താൻ ലജ്ജിക്കുന്നു, നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളനോടുകൂടെ മണവറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചുകൊണ്ട് മഹത്വത്തിന്റെ വെള്ളനില അംഗീകരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോട് പറയുന്നതെന്നാൽ, സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പാർക്ക. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷം നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുത്ഥാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന് കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മശിഹ രാജാവിന്റെ എഴുന്നള്ളത്തിങ്കിലും പ്രധാന ദൂതന്മാരുടെ കാഹളധ്വനിയെങ്കിലും കബറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളിനോടുകൂടെ മണവറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റു തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുകയും. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴികളിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കോൽ നീതിയായി ഫലമേകും. മരിച്ചവരുടെ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതനെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ
ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരം അരുളിച്ചെയ്തു ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവൻ ഉയർക്കുന്നില്ല എന്ന് വരിയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും മനുഷ്യന്മാരത്രേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരണം ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം വേണമേ. ഞങ്ങളുടെ പാരോട് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രാജ്യവും ശക്തിയും സകല ബുദ്ധിയേയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഇതോടുകൂടി ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്ക് യാത്ര പറയാനുള്ള സമയമാണ്. അതിനുശേഷം മൃതശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് അനുഗമിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. സന്തോഷത്തോടെ പ്രിയ ദാസനെ യാത്ര അയക്കുവാനായിട്ടുള്ള സമയമാണ് അവസാനമായി. കുറെ ആൾക്കാർ റോഡിലോട്ട് അങ്ങ് ഇറങ്ങിക്കാട്ടെ. പള്ളിയിലോട്ട് വരുന്നവരുണ്ടല്ലോ, പള്ളിയിൽ ഇനിയും നല്ല സൗകര്യമുണ്ട്. പള്ളിയിൽ ഇരുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. സ്വന്തപ്പെട്ട ഒരു അന്ത്യയാത്ര പറഞ്ഞിട്ട് അതിനുള്ള അവസരം കൊടുക്കണം. ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്താൽ എല്ലാവരും പള്ളിയിലേക്ക് പോകാനെ കൊണ്ടുള്ള ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്താൽ അവർക്ക് അതിൽ ഇറങ്ങി വരാനുള്ള സൗകര്യം കൊടുക്കണം. കൈ മാറ്റാൻ കണ്ടത് അല്ലെങ്കിൽ ഇറങ്ങിക്കാം. ഇങ്ങോട്ടേക്ക് വന്നാൽ പോകുന്നുണ്ട്. ഇതിലേ പോയ മോള് അവിടെ അമ്മച്ചിരിക്കല് ഇതിലേ പോയാൽ അമ്മച്ചേച്ചിയുടെ പുറകോട്ട് ഇറങ്ങിയിരുന്നത്.
മഴക്കാറ് വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇത് നനയാതെ ഇതാക്കണം. പെട്ടെന്ന് കണ്ടിട്ട് മോനെ ഇങ്ങോട്ടേക്ക് മാറ്റേ. കൊച്ചമ്മ ഒരു വണ്ടിയിലൊന്ന് കയറ്റണം. ഒരു വണ്ടിയിലുണ്ട്. ഈ മോളെ ഞാൻ കൊണ്ടുപോയി. ഈ മക്കളെ കേട്ടോ. അതാ നല്ലത് കേട്ടോ. മോനെ ഇവരെ വണ്ടിയിലോട്ട് ഇവരെ കൊണ്ട് വണ്ടിയൊക്കെ